ഇതിനു മുമ്പ് നിങ്ങൾ +2 തലത്തിൽ കിഡ്നിയെ കുറിച്ചൊക്കെ കുറെ അധികം പഠിച്ചിട്ടുണ്ട് അല്ലെ? കിഡ്നിയുടെ സ്ട്രക്ചർ, അതുപോലെ നെഫ്രോണിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ബേസിക്കലി ആദ്യത്തെ കുറെ ഭാഗങ്ങൾ അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. മറ്റുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ അധികം പഠിക്കാത്ത കാര്യങ്ങളാണ് കുറെ കൂടി വരുന്നത്. കിഡ്നിയുടെ ചാപ്റ്റർ, എക്സ്ക്രീഷന്റെ ചാപ്റ്റർ ആവുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് വെച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിഡ്നി, can see the anatomy എന്നുള്ള സ്ലൈഡ് കാണാലോ. ഓക്കെ, can you see anatomy എന്ന് എഴുതിയിരിക്കുന്ന സ്ലൈഡ് കാണാൻ പറ്റും കിഡ്നി. ഇതിൽ നോക്കിയാൽ കിഡ്നിയുടെ ഒരു മെയിൻ പോർഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിലുണ്ട്, നമുക്ക് ഓരോരോ പോർഷൻസ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ആദ്യം ഹൈലസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഹൈലസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ യുറീറ്റർ ചെന്ന് ഓപ്പൺ ചെയ്യുന്ന ആ വീതി കൂടിയ ഭാഗമാണ്. പിന്നെ ഞാൻ മൗസ് പോയിന്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഹൈലസ് എന്ന് പറയുന്നത്. അതുകൂടാതെ കിഡ്നിയിൽ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ടതാണ് റീനൽ ആർട്ടറിയും റീനൽ വെയിനും. ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ബ്ലൂ വെസൽ ഈസ് ദ റീനൽ വെയിൻ ആൻഡ് ദ റെഡ് വെസൽ ഈസ് ദ റീനൽ ആർട്ടറി. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഇതുണ്ട്. Then in addition, you can also see that there is a cortex and there is a medulla. Cortex means the outer portion of the kidney. This outer portion of the kidney is known by the name cortex. Now there is an inner portion. That inner portion is known by the name medulla. So there are two regions are basically kidney ulladu. Then if you look at the medulla, inside the medulla there are a lot of conical pyramids. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ conical pyramids? കൃത്യമായിട്ട് അവിടെ എല്ലാവർക്കും കാണുന്നുണ്ടോ? ആരും മിണ്ടാതൊന്നും ഇരിക്കണ്ട, എല്ലാവർക്കും സംസാരിച്ചോളൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യപ്പെടാനും. നിങ്ങൾ കേട്ടെങ്കിൽ കേട്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ മിണ്ടാതിരുന്ന് മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ മെസ്സേജ് കാണുന്നില്ല, ഞാൻ ഇപ്പുറത്തെ സ്ലൈഡിലാണ് PPT നോക്കിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. So if you look at the image, you can see that there is a medulla. Inside the medulla ഏതാണ്ട് ഒരു 7 പിരമിഡ്സ് കാണാൻ പറ്റും. ഇതൊരു കോൺ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഈ കോൺ ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ പിരമിഡ് എന്ന വാക്കാണ്, റീനൽ പിരമിഡ് എന്നാണ് പറയുന്നത്. ഈ റീനൽ പിരമിഡിന്റെ ആ ഒരു ടിപ്പ്, ഈ ഒരു ടിപ്പിനെ നമ്മൾ റീനൽ പാപ്പില എന്നാണ് പറയുന്നത്. റീനൽ പാപ്പില. ഈ റീനൽ പിരമിഡിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഈ കിഡ്നി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഫോംഡ് മില്യൻസ് ഓഫ് ഏതാണ്ട് 1 മില്യൺ നെഫ്രോൺസ് ആണുള്ളത്, റീനൽ ട്യൂബ്യൂൾസ് ആണുള്ളത്. ആൻഡ് ഈ നെഫ്രോൺസ് ആണ് അതിൻ്റെ അകത്ത് യൂറിൻ ഫോം ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ ഫൈനലി ഈസ് ടേക്കൻ ടു ദ ഈ ഒരു പെൽവിസ്, ഈ ഒരു വൈഡ് ക്യാവിറ്റിയിലോട്ട് എത്തിക്കുന്നു. അത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരേ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ഓപ്പണിങ്സ് ആണ് റീനൽ പാപ്പില എന്ന പേരിലുള്ളത്. അപ്പൊ റീനൽ പാപ്പില എന്നെ ക്യാരി ചെയ്യുന്ന കോൺസെപ്റ്റ് സ്ട്രക്ചേഴ്സിന് നമ്മൾ റീനൽ പിരമിഡ് എന്ന വാക്കുകൊണ്ട് വിളിക്കും. സോ റീനൽ പിരമിഡ് ആൻഡ് റീനൽ പാപ്പില are present on the same structure. അതാണ് റീനൽ പിരമിഡ്. ഇനി അതിന്റെ താഴെ നിൽക്കും മേജർ ആൻഡ് മൈനർ കാലിക്സസ് എന്ന് പറഞ്ഞ കാലിക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. കാലിക്സ് എന്ന വാക്കിന് അർത്ഥം ആക്ച്വലി ഒരു ക്യാവിറ്റി, ഒരു റിസർവയർ, ഒരു അറ എന്നുള്ള മീനിങ് ആണ്. Basically, if you look at the kidney, the urine is produced by the nephron, and the urine produced by the nephron will be finally reaching the this portion on the renal pelvisലോട്ട് എത്തുന്നു. ഈ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി there are a lot of ചെറിയ ചാനൽസ് ഉണ്ട്. ഈ ചാനൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ കാലിക്സ് അഥവാ മൈനർ കാലിക്സ്. ഇതിൽ കൂടിയാണ് യൂറിൻ ഈ ഒരു ഓൾസോ മൈനർ കാലിക്സ്. ചെറിയ വീതി പറഞ്ഞതിന് മൈനർ കാലിക്സ് എന്നും വീതി കൂടിയതിന് നമ്മൾ മേജർ കാലിക്സ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. സോ ബേസിക്കലി ദേ ആർ ലൈക്ക് എ റിസർവെയർ, സ്മോൾ റിസർവെയർ. അതല്ല, ഫൈനലി ഇതെല്ലാം യൂറിനും കൂടി എത്തിച്ചേരുന്നത് ഈ ഒരു റീനൽ പെൽവിസ് എന്ന് പറഞ്ഞ ഒരു പോർഷനിലാണ് എത്തിച്ചേരുന്നത്. ഇനി നമ്മൾ ഇത്രയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. റീനൽ പെൽവിസ്, ഇതാണ് റീനൽ പെൽവിസ്. കിഡ്നിയുടെ ഈ ഒരു പോർഷനാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ഹൈലം എന്ന് കൂടി വിളിക്കുന്നത്. റീനൽ പെൽവിസും ഹൈലും ഒക്കെ ഏകദേശം ഒരുമിച്ചതാണ് പറയാൻ പറ്റുന്നത്. ആൻഡ് ഫൈനലി there is a tube. That is the tube is known as a ureter. Ureter is carrying the, ഇവിടെ അടുത്ത പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇതാണ് യുറീറ്റർ. ഈ ഒരു സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ?
Hello. Okay. So this is the tube that is carrying urine from the kidney to the urinary bladder. അപ്പൊ ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ യൂറിനറി. ഇപ്പൊ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് എല്ലാ അതായത് മൊത്തം യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ കിഡ്നീനെ നമുക്ക് കാണാൻ പറ്റും. സോ there are a pair of kidneys ഉണ്ട്. Then finally at the lower end you can find the urinary bladder. ഈ കിഡ്നിന്ന് താഴോട്ട് വരുന്ന ട്യൂബിനാണ് യൂറീറ്റർ എന്ന വാക്ക് നോക്കുന്നത്. യൂറിനറി ബ്ലാഡറിന് താഴോട്ട് യൂറിൻ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ചെറിയ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാ യൂറീത്ര എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഒരു ബേസിക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു യൂറിനറി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ. സെയിം ഇത് തന്നെ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിക്കുന്ന വേറെ രീതിയിൽ കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. രണ്ട് കിഡ്നിയും കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഔട്ടർ പോർഷനും കാണിച്ചിട്ടുണ്ട്, മറ്റൊന്ന് ഇന്നർ പോർഷനും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻഫീരിയർ വീന ക്യാവിന്ന അതുപോലെ അബ്ഡോമിനൽ അയോട്ട എന്നാണ് ഈ ഒരു കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന അടുത്ത് കാണിച്ചിരിക്കുന്ന ബ്ലൂ വെസലും മറ്റൊന്ന് റെഡ് വെസലും. പിന്നെ അതിൽ നിന്നാണ് പോകുന്നത് കൊണ്ട് റീനൽ ആർട്ടറി ഉണ്ട്, റീനൽ വെയിനും ഉണ്ട്. യു ക്യാൻ ഓൾസോ സീ റീനൽ പെൽവിസ് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബേസിക്കലി ഒരു കിഡ്നിയുടെ ഒരു സ്ട്രക്ചർ. സെയിം പിക്ചർ നേരത്തെ കാണിച്ച അതേ പിക്ചറിന്റെ തന്നെ വേറൊരു വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു വ്യൂ ആണ്. നൗ യൂറീറ്ററിന്റെ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂറീത്രയുടെ ഫംഗ്ഷൻ പറഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളത്, നമുക്ക് എടുക്കാനുള്ളത് കിഡ്നിയുടെ ഒന്ന് രണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫങ്ഷൻസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. കിഡ്നി എടുത്തു കഴിഞ്ഞാൽ കിഡ്നി ഏകദേശം ഒരു ടോട്ടൽ ബോഡി മാസിന്റെ 1% ഓഫ് ബോഡി മാസ് ആവരുത്. പക്ഷേ നമ്മുടെ മൊത്തം കാർഡിയാക് ഔട്ട്പുട്ടിന്റെ 25% വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സ്ട്രക്ചർ വെയിറ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോളിയം വൈസ് മാസ് വെച്ച് കഴിഞ്ഞാൽ 1% വരുന്നുള്ളൂ, വളരെ ചെറുതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം 25% of the blood produced pumped by our heart is reaching the kidney. കിഡ്നി അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ട്. എന്താണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? അതിലേക്ക് നമുക്ക് നോക്കാം. ബേസിക്കലി there are 2 functions for the kidney. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കിഡ്നിക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് എ ഫിൽട്രേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാം, കേട്ടിട്ടുണ്ടോ, നിങ്ങൾ താഴ്ന്ന ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കിഡ്നി എന്ന് പറയുന്നത് ഒരു എന്താണ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. അതാണ്. സോ ഇറ്റ് ഈസ് ഫിൽറ്ററിങ് ദ ബ്ലഡ്. കാരണം ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഒരു ലിക്വിഡ്, ആ ലിക്വിഡ് ആണ് ആക്ച്വലി നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഭാഗത്തോട്ടും കൂടി സർക്കുലേറ്റ് ചെയ്യുന്നത്. ബോഡിയുടെ ഓരോ ഭാഗത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ ബ്ലഡ് തന്നെയാണ്. ബ്ലഡിന് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്, ഒരു ഫങ്ഷൻ ആണുള്ളത്. അപ്പൊ കിഡ്നിയുടെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രൈമറി ഫങ്ഷൻ ഈസ് ആക്ച്വലി ഫിൽട്രേഷൻ. സോ ഇറ്റ് ഈസ് ക്യാരിയിങ് ദ ബ്ലഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ടേക്കിംഗ് ഇറ്റ് ടു ദ കിഡ്നി. Inside the kidney, the blood is filtered, and the waste materials are removed from the kidney, from the blood, and the purified blood is again pumped back into the circulatory system. ഇതാണ് ബേസിക്കലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ റെഗുലേഷൻ ആണ്. ഇത് കാണാലോ, ഈ സ്ലൈഡ് കാണാലോ. ഓക്കെ. റെഗുലേഷൻ ഓഫ് ദ ബ്ലഡ് വോളിയം. എന്തുമാത്രം ബ്ലഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4.5 to 5 ലിറ്റർ. അതാണ് ഒരു ഏകദേശം ഒരു ആവറേജ് പേഴ്സന്റെ ബ്ലഡ് എന്ന് പറയുന്നത്, ബ്ലഡ് വോളിയം. അപ്പൊ എന്തുമാത്രം ബ്ലഡ് ഒരു സമയത്ത് ഉണ്ട് എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് കിഡ്നിയാണ്. നമ്മുടെ എന്തുമാത്രം വെള്ളം, അതുപോലെ എന്തുമാത്രം വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം, അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെള്ളത്തിന്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് കിഡ്നി അതിന്റെ ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കൂടുതൽ ബ്ലഡ് വോളിയം ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഇത്. ദെൻ ഇലക്ട്രോലൈറ്റ്സ്, സോൾട്ട്, അതാണ് സോൾട്ട് അല്ലെങ്കിൽ സോഡിയം, ക്ലോറൈഡ്, പൊട്ടാസ്യം, ഇതിന്റെയൊക്കെ അളവ് എന്തുമാത്രം ഉണ്ട് നമ്മുടെ ബ്ലഡിൽ, ഇതിനെ കൺട്രോൾ ചെയ്യും. ചില സമയത്ത് സോഡിയം കൂടിപ്പോയി അല്ലെങ്കിൽ പൊട്ടാസ്യം കൂടിപ്പോയി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചില പേഷ്യൻസ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ കിഡ്നിയിലുള്ള നമ്മുടെ കിഡ്നി തന്നെയാണ്. സിമിലർലി ദ ബ്ലഡിന്റെ pH ഒരു സ്ലൈറ്റ്ലി ഒരു അറൌണ്ട് 7 തന്നെയാണ്, പക്ഷെ ഒരു സ്ലൈറ്റ്ലി ആൽക്കലൈൻ pH ആണ് ബ്ലഡിന്റെ കേസിൽ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്നതും
നമ്മുടെ ഈ ഇത് തന്നെയാണ്, കിഡ്നിയുടെ തന്നെയാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ നോർമലി 80/120 ആണ്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ സോൾട്ടിന്റെ എമൗണ്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ കൂടും. സോൾട്ട് കൂടുന്തോറും നമ്മുടെ ബോഡിയിലുള്ള വെള്ളത്തിന്റെ അളവ് കൂടും. ഇപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ പ്രഷറുള്ള ആളുകൾ അധികം ഉപ്പ് കഴിക്കരുതെന്നും. കാരണം നോർമലി ഒരു വ്യക്തിക്ക് ഒരു 8 ഗ്രാം ഉപ്പൊക്കെ കഴിക്കാമായിരിക്കും ഒരു ദിവസം. പക്ഷെ ഒരു എന്താ പറയാ ഒരു ബ്ലഡ് പ്രഷർ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് അധികം ഉപ്പ് ശരീരത്തിൽ കഴിക്കാൻ പറ്റില്ല. കാരണം അയാൾക്ക് ഒരു 8 ഗ്രാം ഉപ്പ് കഴിക്കുന്നിടത്ത് നിന്ന് ഒരു 2 ഗ്രാം ഉപ്പൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു 4/1 ഉപ്പ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഉപ്പ് കൂടുന്തോറും നമ്മുടെ ബ്ലഡ് ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കൂടും. മോർ സോൾട്ട് മീൻസ് മോർ എമൗണ്ട് ഓഫ് വാട്ടർ. If we have increased amount of salt in our body or in our blood, that means that the body will be maintaining too much water. And too much water means it is increasing pressure. Too much volume of blood. Too much volume of blood നമ്മുടെ ബ്ലഡ് വെസലിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ എമൗണ്ട് കൂടുന്തോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് അധികം പ്രഷർ ഉള്ളവർ അധികം ഉപ്പ് കഴിക്കരുത് എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇത്രയാണ്. ഇപ്പൊ 2 ബേസിക് ഫങ്ഷൻസ് ആണുള്ളത്. വൺ ഈസ് ഫിൽട്രേഷൻ ആൻഡ് സെക്കൻഡ് ഫങ്ഷൻ ഓഫ് ദ ബ്ലഡ് ഈസ് ദ റെഗുലേഷൻ. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ബേസിക്കലി ബ്ലഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ആരാണ് അവിടെ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത്? ഓക്കെ, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെച്ച് നിങ്ങളുടെ സാറ് നിങ്ങളെ പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്ത് ചെയ്യുന്ന പഠിപ്പിച്ചേക്കണാണോ? എല്ലാവരും മൈക്ക് ഓഫ് ചെയ്താണല്ലോ ഇരിക്കുന്നത്. കഴിയുന്നത്ര പേര് ഇപ്പൊ ഞാൻ നിർബന്ധമായിട്ട് പറയുന്ന വിഷയം ഓരോ ക്ലാസ് കഴിയുന്നവരും അത് നിർബന്ധമായിക്കൊണ്ടിരിക്കും. കഴിയുന്നത് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക കേട്ടോ. എങ്കിലേ നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതും മൈക്കും വീഡിയോ എല്ലാം ഓൺ ചെയ്ത് തന്നെ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് വേറെ ജോലി ചെയ്യുന്നു, അതാണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പൊ അതൊരു ശരിയായ ഒരു ക്ലാസ് ആവില്ല. കാരണം ഏതായാലും ഈ സെമസ്റ്റർ ചിലപ്പോൾ ഒരു വർഷമൊക്കെ തന്നെ ഇങ്ങനെ തന്നെ പോകേണ്ടി വരും. നല്ല രീതിയിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒത്തിരി മറ്റു ശബ്ദമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കീപ് യുവർ മൈക്ക് ഓഫ്. അതാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. എങ്കിലേ ഫാസ്റ്റ് റെസ്പോൺസ് വരുള്ളൂ. 1-2 പേരുടെ മൈക്കിൽ നിന്ന് മാത്രമാണ് അവസരങ്ങളെ വരുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ളവരുടെ മൈക്ക് ഓഫ് ചെയ്യുക. അല്ലാത്തവർക്ക് നിങ്ങൾ അവിടെ ഇരുന്ന് അഭ്യാസങ്ങളൊന്നും കാണിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ വേറെ ശബ്ദമൊന്നും ഉണ്ടാകും. മിക്കവാറും എല്ലാവരും ചിലപ്പോൾ ഇയർഫോൺ വെച്ചൊക്കെ ഇരിക്കണം. ഇയർഫോണിന്റെ വയറൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, നൗ പ്ലീസ്. ഇത്രയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. മരിച്ച നെഫ്രോൺ. ആളുടെ മൈക്കിൽ നിന്നാണ് എന്തൊരു ശബ്ദം പറയുന്നത്. അയാളൊന്ന് മ്യൂട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ബാക്കിയുള്ളവരുടെ ഒന്നും കുഴപ്പമില്ല. ഒരാളുടെ മൈക്കിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് എന്താണ്? നെഫ്രോൺ ആണ്. നെഫ്രോൺ എടുത്തു കഴിഞ്ഞാൽ, നെഫ്രോണിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലോട്ടും +2 ക്ലാസ്സിലോട്ടും നെഫ്രോൺ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നെഫ്രോൺ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ കിഡ്നി അല്ലെ? അതാണ് ഒരു കിഡ്നിയിൽ ഏകദേശം ഒരു 10 ലക്ഷത്തോളം ചെറിയ യൂറിനറി ട്യൂബ്യൂൾസ് ഉണ്ട്. അതിനെ നമ്മൾ നെഫ്രോൺ അഥവാ റീനൽ ട്യൂബ്യൂൾ എന്നാണ് പറയുന്നത്. ഈ റീനൽ ട്യൂബ്യൂൾ ആണ് ബേസിക്കലി നമ്മുടെ കിഡ്നിയുടെ ആ പ്രൈമറി ജോലി ചെയ്യുന്നത്. ആ പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്യുന്നത് ഈ റീനൽ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞ ഈ ട്യൂബ്യൂളാണ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓർമ്മയൊന്ന് ഇത് ചെയ്യണം. പക്ഷെ എങ്കിലും നിങ്ങളുടെ സിലബസിൽ ഓഫ് നെഫ്രോൺ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞു മാത്രമേ. അപ്പൊ നെഫ്രോണിന്റെ സ്ട്രക്ചർ, വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ? പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ വിത്ത് ഹെൽപ്പ് ഓഫ് എ ലേബിൾഡ് ഡയഗ്രാം. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിച്ചിട്ടൊക്കെ വരയ്ക്കുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ ദ സെയിം പിക്ചർ, ആ ഒരു സെക്ഷൻ ഇപ്പോഴും ഇവിടെയും ചോദിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നെഫ്രോണിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നെഫ്രോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഫ്രോൺ ഇസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കിഡ്നി. അപ്പൊ അതിന് നമുക്ക് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു നെഫ്രോൺ എടുത്തു കഴിഞ്ഞാൽ നെഫ്രോണിൽ ഒന്നുള്ളത് ഒരു റീനൽ കോർപ്പസൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്.
റീനൽ കോർപ്പസൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നെഫ്രോണിൽ പ്രധാനമായിട്ടുള്ളത്. ഈ റീനൽ കോർപ്പസൽ എന്ന് പറയുന്ന ഈ ഭാഗം ഇവിടെ ഈ പിക്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫസ്റ്റ് റീനൽ കോർപ്പസൽ. ഈ റീനൽ കോർപ്പസൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന പേരിൽ ഇതിനെ വിളിക്കാറുണ്ട്. ഈ ബൗമൻസ് ക്യാപ്സ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ ബൗമൻസ് ക്യാപ്സ്യൂളിന് അകത്ത് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്, അതായത് കുറച്ച് ബ്ലഡ് വെസൽസ് ഇങ്ങനെ കൂടിച്ചേർന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്താണ് ഗ്ലോമറുലസ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ ഇല്ലേ? പഠിച്ചിട്ടില്ലേ ഇത്? ഗ്ലോമറുലസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പൊ ഗ്ലോമറുലസ് ആണ് ടഫ്റ്റ് എന്ന വാക്കിനർത്ഥം ഒരു കെട്ട് പിണഞ്ഞു കിടക്കുന്ന കൂട്ടം. അപ്പൊ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്, അതിനെയാണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഗ്ലോമറുലസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്ലോമറുലസിലേക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്. ആ ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ അടുത്തത് പറയാം. കാരണം ഈ രണ്ട് രീതിയിലുള്ള ബ്ലഡ് വെസൽസ് ആണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. ആ ബ്ലഡ് വെസൽസിൽ ഒരെണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫറന്റ് ആർട്ടീരിയോൾ എന്ന്, മറ്റൊരെണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഇഫറന്റ് ആർട്ടീരിയോൾ എന്ന്. എഫറന്റ് ആർട്ടീരിയോൾ ആൻഡ് ഡിഫറന്റ് ആർട്ടീരിയോൾ, അങ്ങനെ രണ്ട് രീതിയിലുള്ള ഇതാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരെണ്ണം എഫറന്റ് ആർട്ടീരിയോളെന്നും ഡിഫറന്റ് ആർട്ടീരിയോൾ, ഈ വെച്ച് ആരംഭിക്കുന്നത് എക്സിറ്റ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ ഈ ഫോർ എക്സിറ്റ് ആകുമ്പോ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഇഫറന്റ് ആർട്ടീരിയോളും, എഫറന്റ് ആർട്ടീരിയോൾ ഇംഗ്ലീഷിലെ ആന എന്നാണ്. ആന മീൻസ് ടു കം. പണ്ട് എന്നെ പഠിപ്പിച്ച സാർ അങ്ങനെ പഠിപ്പിച്ചു, ഞാനിപ്പോഴും ഓർത്ത് വെച്ചിരിക്കുന്നത്. ആന മീൻസ് കം. സോ അഫറന്റ് ആർട്ടീരിയോൾ എന്നതിൽ ഇറ്റ്സ് ബ്രിങ്ങിങ് ബ്ലഡ്, ഇറ്റ് ഈസ് ബ്ലഡ് ടു ദ ഗ്ലോമറുലസ്. അങ്ങനെ അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവില്ല. അഫറന്റ് ബ്രിങ്സ് ദ ബ്ലഡ് ടു ദ ഗ്ലോമറുലസ്, ഇഫറന്റ് ടേക്സ് അവേ ബ്ലഡ് ഫ്രം ദ ഗ്ലോമറുലസ് ടു ദ ഔട്ട്സൈഡ്. ഇങ്ങനെയാണ് ഇതിന്റെ ഇങ്ങനെ രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. സോ ഗ്ലോമറുലസിൽ ഇഫറന്റും ഉണ്ട്, അഫറന്റ് ആർട്ടീരിയോളും ഉണ്ട്. ഈ ഗ്ലോമറുലസിന്റെ ഒരു പ്രധാനമായ, ഗ്ലോമറുലസ് എന്ന വാക്കിനർത്ഥം തന്നെ ബോൾ എന്നാണ്. ഗ്ലോമസ് എന്ന വാക്കിനർത്ഥം ബോൾ എന്നാണ് മീനിങ്. അപ്പോ ഈ ഗ്ലോമറുലസില് ആ ഒരു ബ്ലഡ് വെസൽസിൽ വളരെ ചെറിയ ഹോൾസ് ഉണ്ട്. ഈ ഗ്ലോമറുലസിന്റെ ഉള്ളിൽ കാണുന്ന ഈ ബ്ലഡ് വെസൽസ് എടുത്ത് കഴിഞ്ഞാൽ അടുത്ത പിക്ചറിൽ കാണാൻ പറ്റും. ഉണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആ ബൗമൻസ് ക്യാപ്സ്യൂൾ ഒന്ന് എൻലാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഓരോ കാപ്പിലറി ഇതാണ്. ഇത് നോക്കി ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള പിക്ചർ കാണാമല്ലോ നിങ്ങൾക്ക്. ഈ റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്കിയേ. ആ ഒരു കാപ്പിലറീസിൽ ധാരാളം ചെറിയ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിനെ വിളിക്കുന്ന പേരാണ് പോഡോസൈറ്റ്സ് എന്നാണ്. പോഡോസൈറ്റ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സെൽസിന്റെ അതാണ് അതിന്റെ ഹോൾസ് ഉള്ളത്. ആ ഹോൾസിൽ കൂടി ആണ് ചെറിയ ഹോൾസ് അല്ലെങ്കിൽ പോർസ്, പോർസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ കൂടി ഹൈ പ്രഷറിലാണ് ബ്ലഡ് ഇതിൽ കൂടി കടന്നു പോകുന്നത്. വളരെ ഉയർന്ന പ്രഷറിലെ ബ്ലഡ് കടന്നു പോകുമ്പോഴേക്കും ബ്ലഡിലുള്ള എന്താ പറയാ ആ ഒരു ലിക്വിഡ് പോർഷനും മൊത്തം അങ്ങോട്ട് ഈ ഒരു ഫിൽറ്റർ ചെയ്ത് ഈ ഒരു ക്യാവിറ്റിയിലോട്ട് വരും. ബ്ലഡ് ഈ ഒരു എഫറന്റ് ആർട്ടീരിയോയിൽ കൂടി വരുന്ന ബ്ലഡ് ഈ ഇതിൽ കൂടി കടന്നു പോകുന്ന സമയത്ത്, ഈ ബൗമൻസ് ക്യാപ്സിനുള്ളിൽ കടന്നു പോകുന്ന സമയത്ത് ഹൈ പ്രഷറിലുള്ള ബ്ലഡ്, ആ ബ്ലഡിന്റെ പ്രഷർ കൊണ്ട് കുറെ അധികം സബ്സ്റ്റൻസും ലിക്വിഡും ഒക്കെ ഈ ചെറിയ ചെറിയ ഹോൾസ് വഴി നേരെ ഈ ഒരു ക്യാവിറ്റിയിലോട്ട് എത്തും. അത് ഈ ഒരു ട്യൂബ് വഴി കണ്ടോ, ഈ ഒരു ട്യൂബ് വഴി നേരെ താഴോട്ട് ഇറക്കി പോവുകയാണ്. എന്താണ് സാധാരണ ഇരിക്കുന്നത്? ഈ ഒരു ട്യൂബ് വഴി നേരെ താഴോട്ട് ഇറങ്ങി ഈ റീനൽ ട്യൂബ്യൂളും ഈ ലൂപ്പ് ഓഫ് ഇൻലീഫ് വഴി അവസാനം കളക്ടിങ് ഡക്റ്റിൽ വന്ന് ചേരും. ഇങ്ങനെയാണ് സാധാരണ ഗതിയിൽ കിഡ്നിയുടെ ഒരു ഫിൽട്രേഷൻ മെക്കാനിസം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു രീതിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതാണ് ഗ്ലോമറുലസിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇനി ബ്ലഡ് എൻറ്ററിങ് ഡിഫറെന്റ് ആർട്ടീരിയോൾ ഈസ് തിക്കർ. അതായത് ഈ എഫറന്റ് ആർട്ടീരിയോളിന്റെയും ഇഫറന്റ് ആർട്ടീരിയോളിന്റെയും കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ ചെറുതാണ്, അതേസമയം എഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ കുറച്ചും കൂടി വലുതാണ്. അതായത് ഒന്നുകൂടി ക്ലിയറായിട്ട് പറയാം. ഇവിടെ രണ്ട് ട്യൂബ് ഉണ്ട്. ട്യൂബ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ ആദ്യത്തെ ട്യൂബിന് ഇത്തിരി വണ്ണം കൂടുതലാണ്. എന്ന് വെച്ചാൽ വണ്ണം കൂടിയ ട്യൂബിൽ കൂടി വെള്ളം വരുന്നു, വണ്ണം കുറഞ്ഞ ട്യൂബിൽ കൂടി വെള്ളം പുറത്തോട്ട് പോകുന്നു.
അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഒരു എക്സസ് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും പുറത്തോട്ട് പോകുന്ന ട്യൂബ് വളരെ ചെറുതാണ്. അകത്തോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നത് കുറച്ചുകൂടി വീതി കൂടുതലാണ്, ഡയമീറ്റർ കൂടുതലാണ്. അതുകൊണ്ട് ഇതിന്റെ അകത്തൊരു പ്രഷർ ബിൽഡപ്പ് ഉണ്ടാവും. ആ പ്രഷർ ബിൽഡപ്പ് കൊണ്ടാണ് ഈ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ എഫറന്റും ആർട്ടീരിയോളും ഇഫറന്റ് ആർട്ടീരിയോളും കൂടി ഈ ഒരു ഗ്ലോമറുലസിൽ നടക്കുന്ന ഫിൽട്രേഷൻ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് ദ വെസൽ. എഫറന്റ് വെസൽ is smaller in size, whereas afferent vessel is bigger in size. So that leads to an increase in pressure inside the glomerulus, and that is responsible for the filtration of the blood in the Bowman's capsule. ഒരു രീതിയിലാണ് നമ്മുടെ ഈ ബ്ലഡിന്റെ ഒരു ഫിൽട്രേഷൻ എല്ലാം അവിടെ നടക്കുന്നത്. ഇനി ബോമൻസ് ക്യാപ്സ്യൂളിലോട്ട് ഇന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന ബ്ലഡ് നേരെ ചെല്ലുന്ന അടുത്ത റീജിയനിലോട്ടാണ് പോകുന്നത്. ഇറ്റ്സ് എ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഫിൽട്ടർ ചെയ്ത ബ്ലഡ് നേരെ അടുത്ത ഈ പിക്ചറിലേക്ക് നോക്കിയാൽ അറിയാം. ഇത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ വരുന്ന ആ ഫിൽട്രേറ്റ് അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. കാരണം ഇറ്റ് ഈസ് ഫിൽറ്റേഡ് ഫ്രം ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ ഇരിക്കുമ്പോൾ ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് അതിനെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന വാക്കാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈ ഒരു ട്യൂബിൽ കൂടി ഒഴുകി താഴോട്ട് പോവുകയാണ്. ഈ ഒരു ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് ചുളുങ്ങി കിടക്കുന്ന കാണാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ ചുളുങ്ങി കിടക്കുന്ന കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ് പറയുന്നത്. കൺവല്യൂട്ടഡ് മീൻസ് കോയിൽഡ്, കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് എന്നാണ്. സോ ദ ഫസ്റ്റ് കൺവല്യൂട്ടഡ് പോർഷൻ പ്രോക്സിമൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിയർ ടു ദ ബോമൻസ് ക്യാപ്സ്യൂൾ. ബോമൻസ് ക്യാപ്സ്യൂളിന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് കോയിൽഡ് പോർഷനെ we call it the proximal convoluted portion. എന്താണ് ഈ പ്രോക്സിമൽ എന്ന വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്? Proximus means near to the Bowman's capsule. Since it is near to the Bowman's capsule, we call it the proximal convoluted portion. ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇപ്പോ ഫസ്റ്റ് കൺവല്യൂട്ടഡ് പോർഷന്റെ പ്രത്യേകത ഇതാണ്, ഇറ്റ് ഈസ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് പോർഷൻ. ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ കുറച്ചധികം സബ്സ്റ്റൻസ് ലൈക്ക് അത് എന്താണ് കടന്നു പോകുമ്പോഴേക്കും യൂറിയ, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മോളിക്യൂൾ ലൈക്ക് അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, സോൾട്ട്, ഇതിനെയൊക്കെ അവിടെ വെച്ച് തന്നെ റീ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് പോർഷന്റെ ഒരു പ്രധാനപ്പെട്ട ജോലി ഇതാണ്, ഈ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, സോൾട്ട് ഇതിനെയൊക്കെ റീ അബ്സോർബ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ജോലിയാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് പോർഷനിലുള്ളത്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് റീജിയനിലോട്ട് വരുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് ഓഫ് ഹെൻലി. ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ഞാൻ പറഞ്ഞ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, സോൾട്ട് ഇതിന്റെയൊക്കെ ഒരു റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ ഒരു റീ അബ്സോർപ്ഷൻ നടക്കുന്നത് ഒരു ആക്റ്റീവ് എനർജി ഇൻവോൾവ് ചെയ്തിട്ടാണ്. അതായത് ഒരു എനർജിയുടെ സഹായത്തോടെ കൂടിയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഉദാഹരണമായിട്ട് വെള്ളം നമുക്ക് ഉയർന്ന ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഒഴിക്കണമെങ്കിൽ നമുക്ക് എനർജി കൊടുക്കേണ്ട, അത് താഴോട്ട് വന്നോളും. അതാണ് അതിന്റെ നോർമൽ രീതി. അതേസമയം താഴെയുള്ള വെള്ളം നമ്മൾ മുകളിലോട്ട് പമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി സപ്ലൈ ചെയ്യണം. സോ ആ വെള്ളത്തെ മുകളിലോട്ട് പമ്പ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് പ്രോസസ്സും താഴോട്ട് വെള്ളം വീഴുന്നത് ഒരു പാസീവ് പ്രോസസ്സുമാണ്. അപ്പൊ ഇവിടെ ആക്റ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോർ ദിസ് റീഅബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ആൻഡ് സോൾട്ട്, ദ കിഡ്നി അല്ലെങ്കിൽ ബോഡി ഹാസ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് എനർജി. അങ്ങനെ ഒരു എനർജി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൽ നടക്കുന്ന റീഅബ്സോർപ്ഷൻ. ഇനി അടുത്ത ഓർഗന്റെ പേരെടുത്താൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്നാണ്. ലൂപ്പ് ഓഫ് ഹെൻലി, ഇതിനെ ഹെൻലി എന്ന് പറഞ്ഞ ഒരാൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് അതിനെ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് വിളിക്കാനുള്ള ഒരു കാരണം, അഥവാ ഹെൻലീസ് ലൂപ്പ്. എന്തൊക്കെയാണ് ഈ ഹെൻലീസ് ലൂപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കിയാൽ, ഹെൻലീസ് ലൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ, ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. വെള്ളത്തെ റീ അബ്സോർബ് ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ കിഡ്നിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കിഡ്നിയിൽ ഏകദേശം ഒരു 120 ലിറ്റർ അടുത്തെങ്ങാണ്ടും വെള്ളം ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ആകെപ്പാടെ 5 ലിറ്റർ ബ്ലഡേ ഉള്ളൂ. ആ ബ്ലഡ് പല തവണ ഇതിൽ കൂടി കടന്നു പോകുന്നുണ്ട്.
അങ്ങനെ മൊത്തം ഒരു ദിവസം നമ്മുടെ 2 കിഡ്നിയും കൂടി ഫിൽറ്റർ ചെയ്ത് മാറ്റുന്ന വെള്ളത്തിന്റെ അളവ് 120 ലിറ്ററാണ്. അപ്പൊ അത്രയും ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തുനിന്ന് പോകുന്നില്ല. യൂറിനായിട്ട് പോകുന്ന ഏകദേശം ഒരു 1.5 to 2 ലിറ്റേഴ്സ് ആണ് യൂറിനായിട്ട് പുറത്തു പോകുന്നത്. എന്ന് വെച്ചാൽ 120 ലിറ്റർ വെള്ളത്തിന്റെ ഒരു 99% ഫിൽറ്റർ അബ്സോർബ് ചെയ്യുക, ബോഡിയിലോട്ട് തന്നെ അബ്സോർബ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് പ്രോസസ് അതിനെ നമ്മൾ വിളിക്കുന്ന റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എസ്പെഷ്യലി ഇൻ ദ യൂസ് ഓഫ് വാട്ടർ. അപ്പൊ ഞാൻ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ കേസ് പഠിപ്പിച്ചൊക്കെ പറഞ്ഞു. അവിടെയാണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് പലതും റീഅബ്സോർബ് ചെയ്യുന്നത് ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വെച്ചുകൊണ്ടാണ്. അതേസമയം in the case of loop of Henle is primarily responsible for reabsorption of water. ആ ഒരു ഗ്ലോമറുലർ ഫിൽട്രേറ്റിലുള്ള വാട്ടറിന്റെ മേജർ പോർഷനും റീഅബ്സോർബ് ചെയ്യുന്നത് ലൂപ്പ് ഓഫ് ഹെൻലിയാണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 2 ട്യൂബുകൾ കാണാൻ പറ്റും. ഒരെണ്ണം താഴോട്ട് പോകുന്ന ഒരു ട്യൂബ് ഉണ്ട്. ദിസ് ട്യൂബ് ഈസ് നോൺ ആസ് ആദ്യം ഈ ഒരു ട്യൂബ്, ഫസ്റ്റ് ട്യൂബിൽ നിന്ന് താഴോട്ടാണ് ഇതിന്റെ വെള്ളം പോകുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഡിസെൻഡിങ് ട്യൂബ്യൂൾ എന്നാണ് പറയുന്നത്. സെക്കൻഡ് ട്യൂബുകൾ എടുത്തു കഴിഞ്ഞാൽ അത് മുകളിലോട്ടാണ് അതിന്റെ വെള്ളത്തിന്റെ ഒരു ഫിൽട്രേറ്റിന്റെ ഒരു മൂവ്മെന്റ്. അതുകൊണ്ട് അതിനെ അസെൻഡിങ് ട്യൂബ്യൂൾ എന്ന പേരിലാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഡിസെൻഡിങ് ട്യൂബ്യൂളും ഉണ്ട്, അസെൻഡിങ് ട്യൂബ്യൂളും ഉണ്ട്. ഈ ഡിസെൻഡിങ് ട്യൂബ്യൂളും അസെൻഡിങ് ട്യൂബ്യൂളിന്റെയും മെക്കാനിസം വഴി ഈ ഒരു ട്യൂബിൽ കൂടി, ഈ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ കൂടി വെള്ളം കടന്നു പോകുമ്പോൾ വലിയ തോതിൽ വെള്ളത്തിന്റെ ഒരു റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും ക്ലിയർ ആയിട്ട്? ഹലോ, ആരും മിണ്ടാതെ ഇരിക്കുന്ന എന്താ? കേൾക്കാമോ? ഓക്കെ. അപ്പോ ഇപ്പൊ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താന്ന് വെച്ചാൽ, ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് പ്രൈമറി റെസ്പോൺസിബിൾ ഫോർ റീഅബ്സോർപ്ഷൻ. വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ പ്രധാനമായും നടക്കുന്നത് ഈ ഒരു ലൂപ്പ് ഓഫ് ഹെൻലിയാണ്. അപ്പൊ അവിടെ അസെൻഡിങ് ഡിസെൻഡിങ് ലിംബ് എന്നും അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ലൂപ്പ് ഓഫ് ഹെൻലിയിലേക്ക് വാട്ടർ കടന്നു പോകുമ്പോൾ ആ വാട്ടർ വലിയൊരു തത്വത്തിൽ ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ കൂടി കടന്നു പോകുന്നതോറും അതിന്റെ ഇവിടെ ആരംഭിക്കുന്നു, ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ആ വാട്ടർ മേജർ പോർഷനും റീഅബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കോൺസെൻട്രേഷൻ കൂടി വരികയും ചെയ്യും. അത് നോക്കിയാൽ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറഞ്ഞാൽ മറ്റ് ട്യൂബുകളെ അപേക്ഷിച്ച് കുറെ കൂടി വണ്ണം കുറവാണ്. എന്ന് വെച്ചാൽ എന്താ, മാക്സിമം വാട്ടർ റീഅബ്സോർബ് ചെയ്യണം. അതായത് വാട്ടർ അതിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൊണ്ട് കുറെ വാട്ടർ പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലാണ് ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലൂപ്പ്, ആൻഡ് ദാറ്റ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ ആൻഡ് റിമൂവ് സോൾട്ട്. പ്രധാനമായിട്ടും വാട്ടറിന് അസെൻഡിങ് ലിംബിൽ കൂടി, ഈ ഡിസെൻഡിങ് ലിംബിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഭൂരിഭാഗം വരുന്നത്. ഈ അസെൻഡിങ് ലിംബിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ഇംപെർമിയബിൾ. അതിൽ കൂടി വെള്ളം പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ വെച്ചാണ് പ്രധാനമായിട്ടും ഈ സോൾട്ടിന്റെ റീഅബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത് ഈ അസെൻഡിങ് ലിംബിൽ വെച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ലൂപ്പ് ഓഫ് ഹെൻലിയുടെ കേസിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ഇത്ര 2 ട്യൂബുകളെ കുറിച്ചും പറഞ്ഞു, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, സെക്കൻഡ് വൺ ഇസ് എ ലൂപ്പ് ഓഫ് ഹെൻലി. മൂന്നാമത്തെ സെക്ഷനാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന പേരിലാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് ഈ ഡിസ്റ്റൽ എന്ന വാക്കിനർത്ഥം ഫാർ അവേ എന്നുള്ള മീനിങ് ആണ്. കണ്ടോ, ഈ ഒരു ഗ്ലോമറുലസിൽ നിന്ന് അകന്നു കിടക്കുന്ന പോർഷൻ എന്നുള്ള മീനിങ്ങിലാണ് ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നൊരു വാക്കുകൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോമറുലസിൽ നിന്ന് കുറെ കൂടി അകന്നു കിടക്കുന്നത് ഈ പിക്ചറിൽ നോക്കി അറിയാം. അതുകൊണ്ടാണ് അതിനെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് പോർഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് എവേ ഫ്രം ദ ബോമൻസ് ക്യാപ്സ്യൂൾ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പൊ അതാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് പോർഷൻ എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സ് നടക്കുന്നത്, കിഡ്നി കൂടി കടന്നു പോകുമ്പോൾ, വെള്ളം ഫിൽട്രേറ്റ് ചെയ്ത് കൂടി കടന്നു പോകുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു ഗ്ലോമറുലസ് വെച്ച് കുറേയധികം ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും അതുപോലെ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ എത്തിക്കഴിയുമ്പോഴേക്കും കുറേയധികം വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ
ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ പ്രധാനമായ ഒരു ജോലി കുറച്ച് ട്യൂബുലർ സെക്രീഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. അതായത് ഇതിൽ കൂടി വെള്ളം കടന്ന് ഇതിൽ കൂടി ഈ ഒരു ഫിൽട്രേറ്റ് കടന്നു പോകുമ്പോൾ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ ലൈക്ക് ഹൈഡ്രജൻ അയോൺസ്, അതുപോലെ ക്രിയേറ്റിന്, ഇപ്പൊ ചില ഡ്രഗ്സ് ഒക്കെ നമ്മൾ കഴിക്കുന്ന പെൻസിലിൻ പോലെ ഡ്രഗ്സ്, ഇങ്ങനെയുള്ള പലതും ഒക്കെ കിഡ്നി അതിനകത്തുള്ള വെള്ളത്തിലേക്ക് സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ഒരു സെക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിന്റെ ഈ ഒരു ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുലിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ട്യൂബുലർ സെക്രീഷൻ. റീഅബ്സോർപ്ഷൻ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ റീഅബ്സോർപ്ഷൻ ലൈക്ക് ബൈകാർബണേറ്റ് അയോൺസ് അതിനെയൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഹൈഡ്രജൻ അയോൺസിനെയൊക്കെ തിരിച്ച് ഇതിനകത്തോട്ടുള്ള ഈ അകത്ത ഫിൽട്രേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സെക്രേറ്റ് ചെയ്യുക, അപ്പൊ അല്ലെങ്കിൽ നിക്ഷേപിക്കുക. ആ ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ നടത്തുന്നത്. അപ്പോൾ ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിന്റെ പ്രധാനപ്പെട്ട ജോലിയാണ് ട്യൂബുലർ സെക്രീഷൻ ഓഫ് സർട്ടൻ വേസ്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് ക്രിയേറ്റിനിൻ, ഡ്രഗ്സ് ലൈക്ക് പെൻസിലിൻ, ഹൈഡ്രജൻ അയോൺസ്. ഇതിനെയൊക്കെ ഫിൽട്രേറ്റിലേക്ക് പിന്നെയും സെക്രീറ്റ് ചെയ്യപ്പെടും, ഫിൽട്രേറ്റിലേക്ക് നിക്ഷേപിക്കുക. ആ ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ചെയ്യപ്പെടുന്നത്. ഇത്രയാണ് ഡിജിറ്റൽ കൺവല്യൂട്ടഡ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. പെരി ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അടുത്ത ഇതിലോട്ട് നമുക്ക് പിക്ചറിലോട്ട് പോവാം. ഇത് ഈ സ്ലൈഡ് കാണാമല്ലോ, നമുക്ക് കാണുന്നില്ല എല്ലാവരും? ഹലോ, ഓക്കെ. ഇവിടെ നോക്കി, ഓക്കെ, ഇവിടെ ഈ ലൂപ്പ് ഓപ്പൺലി ഈ ഒരു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകളും ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളൊക്കെ നോക്കി കുറെ അധികം ബ്ലഡ് വെസൽസിന്റെ ഒരു നെറ്റ്വർക്കിനുള്ളിലാണ് അത് കിടക്കുന്നത്. ആ ഒരു ബ്ലഡ് കാപ്പിലറി നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് പെരി ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. പെരി ട്യൂബുലാർ കാപ്പിലറീസ് അല്ലെങ്കിൽ പെരി ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക്, ഈ ഒരു നെറ്റ്വർക്കിൽ കൂടിയാണ് ഇത് കിടക്കുന്നത്. അപ്പോ അതായത് ഇതിനെ ചുറ്റും പൊതിഞ്ഞു കിടക്കുന്ന ആ ബ്ലഡ് കാപ്പിലറി നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് പെരി ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു അസെൻഡിങ് ലെമ്പിൽ കൂടി ഇത് ഫിൽട്രേറ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം എന്താണ് റീഅബ്സോർബ് ചെയ്യുന്നു. എങ്ങോട്ട് റീഅബ്സോർബ് ചെയ്യുന്നത്? ഈ തൊട്ട് ഇതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ ഒരു കാപ്പിലറീസിനകത്തോട്ടാണ് ബ്ലഡ് എല്ലാം ഈ ലിക്വിഡ് പോർഷൻ എല്ലാം റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് വളരെ ചേർത്ത്, അതായത് നിങ്ങൾക്ക് ഒരു ഇപ്പുറത്തൊരു പിക്ചറിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വളരെ അടുപ്പിച്ചാണ് ഇത് രണ്ടിനെ വെച്ചിരിക്കുന്നത്. ഒരെണ്ണം രണ്ടും വളരെ വളരെ അടുത്താണ് കാണുന്നത്. അതിന്റെ ആ പിക്ചറിന്റെ അകത്തില്ല. രണ്ടിനെയും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നതിന്റെ പർപ്പസ് ഇതാണ്. ഇതിലുള്ള വാട്ടർ നേരെ കാപ്പിലറീസ് അകത്തോട്ട് പ്രവേശിക്കണം. അതിന് സഹായമാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് പെരി ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കേസിൽ അതിനുശേഷം നമ്മൾ ഈ ട്യൂബുലർ കാപ്പിലറി നെറ്റ്വർക്ക് കഴിഞ്ഞാൽ ഫൈനലി കംസ് എ കളക്ടിങ് ഡക്ട്. ലാസ്റ്റ് പോർഷൻ ആണ് കളക്ടിങ് ഡക്ട് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു യെല്ലോ കളർ ബിഗർ ട്യൂബ് കാണാൻ പറ്റും. ഈ കളക്ടിങ് ഡക്ട് എന്ന് പറഞ്ഞൊരു മേജർ ഡക്റ്റാണ്. ഓരോ നെഫ്രോണും അവസാനം ചെന്ന് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു കളക്ടിങ് ഡക്റ്റിലേക്കാണ്. ഓരോ കളക്ടിങ് ഡക്റ്റ് പല നെഫ്രോണിൽ നിന്നുള്ള യൂറിൻ കളക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ കളക്ടിങ് ഡക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ കളക്ടിങ് ഡക്റ്റുകൾ എല്ലാം കൂടി അവസാനം ചെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാമായിരിക്കും. പല കളക്ടിങ് ഡക്റ്റുകൾ എല്ലാം കൂടി ചേർന്ന് റീനൽ പിരമിഡ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വഴി അത് ഫൈനലി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ ഇതിനെ റീനൽ പിരമിഡ് എന്നാണ് നമുക്ക് ഇവിടെ വിളിക്കുക. ഇപ്പുറത്തെ പിക്ചറിലേക്ക് ഒന്നും കൂടി കൃത്യമായിട്ട് കാണാൻ സാധിക്കും. റീനൽ പിരമിഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ ഈ ഒരു പിക്ചറിൽ റീനൽ പിരമിഡിന്റെ അറ്റത്ത് റീനൽ കാപ്പില വഴി ഈ ഒരു ക്യാവിറ്റിയിൽ അകത്തോട്ട് ആ യൂറിൻ വന്ന് റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. സോ ഇതാണ് കളക്ടിങ് ഡക്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയാം. അപ്പൊ കളക്ടിങ് ഡക്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടിങ് ഡക്ട് ഈസ് കളക്ടിങ് ദി ഫിൽട്രേറ്റ്. The collecting duct is finally collecting the filtrate from several nephrons.
പല നെഫ്രോൺസിൽ നിന്നുള്ള ഫിൽട്രേറ്റ് കളക്ട് ചെയ്ത് അവസാനം കിഡ്നിയുടെ ആ ഒരു പെൽവിസിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ കളക്ടിങ് ഡക്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ജോലി അതാണ്. അപ്പോൾ അതുകൊണ്ട് കളക്ടിങ് ഡക്റ്റിൽ എത്തിക്കഴിയുമ്പോഴേക്കും എന്താണ് ധാരാളം ആ വാട്ടർ ഒട്ടുമിക്കതും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു വളരെ മിനിമം വാട്ടർ ഉള്ള ഒരു യൂറിനാണ് ഈ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ എന്തുമാത്രം വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്, ഇതെല്ലാം ചില ഹോർമോൺസിന്റെയും ചില നെർവ്സിന്റെയും ഒക്കെ കൺട്രോൾ. ചില ഹോർമോൺ ഉണ്ട്, ADH, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചില ഹോർമോൺസിന്റെ എല്ലാം കൺട്രോളിന്റെ ഫലമായിട്ടാണ് ഈ കളക്ടിങ് ഡക്റ്റ് വെള്ളത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഒത്തിരി അധികം കളക്ടിങ് ഡക്റ്റ് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അതൊരു ബിഗർ ഡക്റ്റ് വരുന്നുണ്ട്. അതിനെ വിളിക്കുന്നവരാണ് ഡക്ട്സ് ഓഫ് ബെലിനി എന്ന് പറയുന്ന പല കളക്ടിങ് ഡക്റ്റുകൾ കൂടിച്ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു ബിഗർ ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡക്ട്സ് ഓഫ് ബെലിനി എന്നാണ് പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഇത്രയാണ് ഒരു കിഡ്നിയുടെ ഒരു സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു ചെറിയ ഒരു ഭാഗം കൂടിയുണ്ട്. ദാറ്റ് ഈസ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ജുക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ്, ഇത് ഒരു ചെറിയൊരു സ്ട്രക്ചറാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ കിഡ്നി ഒരു ചെറിയൊരു കാപ്പിലറി സ്ട്രക്ചറാണ്. അതിനാണ് ജുക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ് എന്ന പേരിലാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ജുക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ് ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് ആക്ച്വലി. അത് വളരെയധികം ഗ്ലോമറുലസിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് ജുക്സ്റ്റാ മീൻസ് നിയർ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ റെഗുലേഷൻ ഓഫ് റീനൽ ബ്ലഡ് പ്രഷർ, കിഡ്നിയിലുള്ള ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഏകദേശം 3 വ്യത്യസ്തമായ സെൽസ് കൊണ്ടാണ് ജുക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ് ഫോം ചെയ്തിരിക്കുന്നത്. ഗ്രാനുലാർ സെൽ ഉണ്ട്, മെസാൻജിയൽ സെൽ ഉണ്ട്, മാക്യുലാർ സെൽസ്. അപ്പൊ എന്താണ് ജുക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഇത് ബേസിക്കലി ഈ റീനൽ കിഡ്നിയിലുള്ള ബ്ലഡിന്റെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ. ഇതാണ് ജുക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ്. ഗ്ലോമറിനോട് വളരെ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ജുക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റസ് എന്ന പേരിലാണ് വിളിക്കപ്പെടുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.